കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഷാലോം ടൈം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇപ്രകാരം നിങ്ങൾ കാണിക്കുന്ന എല്ലാ മനസ്സിനായും ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങളോടുള്ള ഹൃദയംഗമായിട്ടുള്ള സന്തോഷം, നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ദൈവവചനം പഠിക്കുവാനായിട്ട് നമ്മൾ എടുക്കുന്ന താല്പര്യത്തെ നമ്മുടെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പഠന പരമ്പര ആയതുകൊണ്ട് നിങ്ങളിതിൻ്റെ നോട്ട്സ് എഴുതുകയും അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ റെഫറൻസൊക്കെ ഒന്ന് വായിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളം കാര്യങ്ങൾ ഈ നാളുകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായ ചില ഭാഗങ്ങൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ അത്രയും ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആ യാഗപീഠത്തിൽ ഇറങ്ങി വന്ന അഗ്നിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യാഗപീഠത്തിലെ അഗ്നി ഒരിക്കലും കെട്ടുപോകാൻ ഇടയാകരുത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അഥവാ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തോടെ ലഭിച്ചിരിക്കുന്ന ആ അഗ്നി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ദൈവം തന്നിരിക്കുന്ന വെളിച്ചം, കർത്താവ് പറഞ്ഞു, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കണം എന്ന് കർത്താവ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള കത്തൽ ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കലും ആ കെട്ടുപോകാതെ ആ കൃപയെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആ ജ്വാല കെട്ടുപോകാതെ, യാഗപീഠത്തിലെ ആ അഗ്നി കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അടുത്തതായിട്ട് യാഗപീഠത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യാഗപീഠത്തിന് ദൈവം വളയങ്ങൾ കൊടുത്തതായിട്ട് വായിക്കാൻ കഴിയുന്നു. വളയങ്ങൾ എന്തിനു വേണ്ടിയാണ്? വളയങ്ങളിൽ കൂടെ തണ്ടുകൾ ചെലുത്തി അതിനെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കണം എന്ന് ദൈവം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ചുമലിൽ അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാഗപീഠം ചുമന്നു കൊണ്ടുപോവുകയാണ്. ആ സമയത്തും അതിൽ തീ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. എല്ലാ സമയങ്ങളിലും ഇത് ചുമന്നും കൊണ്ട് നടക്കുവാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് കാൽവറിയിൽ യേശുക്രിസ്തു കഴിച്ച യാഗത്തിൻ്റെ ഒരു നിഴലായി നമുക്ക് പഠിക്കുവാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു അനുഭവത്തോടു കൂടെയാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടത്. എവിടെ പോയിരുന്നാലും ആ യാഗത്തെ നമ്മൾ ഓർക്കുകയും അതിനെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ വളയങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനിയും യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളെ കുറിച്ച് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 27-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സാവകാശം വായിക്കണം. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, നമ്പേഴ്സ് ചാപ്റ്റർ 4 വേഴ്സ് 13-15, 15-ാം വാക്യം വരെ വായിക്കുമ്പോൾ 5 ഉപകരണങ്ങൾ ഈ യാഗപീഠത്തോടനുബന്ധിച്ച് ദൈവം കൽപ്പിച്ച് കൊടുത്തത് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ചട്ടി എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അതായത് പാൻസ് ടു റിസീവ് ആഷസ്, അഥവാ ചാരം വാരാനായിട്ടുള്ള ഒരു ചട്ടിയായിട്ടാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് കിണ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായിട്ട് മുൾക്കൊളുത്ത് അഥവാ മുപ്പല്ലി. നാലാമതായിട്ട് ചട്ടുകം, അതുപോലെ തന്നെ തീക്കലശം. ഇങ്ങനെ 4-5 സാധനങ്ങൾ യാഗപീഠത്തിനോട് അനുബന്ധിച്ച് അതിൻ്റെ ആക്സസറീസ് ആയിട്ടുണ്ട്. അതിനോട് യാഗപീഠത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിട്ടാണ് ഈ 5 ഉപകരണങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഉപകരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു, നമ്മൾ വായിക്കാൻ കഴിയുന്നു, ചട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാൻസ് ടു റിസീവ് ആഷസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചാരം വാരാനായിട്ടുള്ള ഒരു പാനാണ്, അഥവാ ഒരു ചട്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? യാഗം കഴിയുമ്പോൾ അതിൻ്റെ ശേഷിപ്പായിട്ടിരിക്കുന്ന കുറെ ആഷസ് അഥവാ കുറെ ചാരം അവിടെ കാണും. ആ ചാരം വാരിക്കൊണ്ട് പോകുന്നത് ഒരു പാത്രത്തിലാണ്.
ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ആത്മീയമായി പഠിക്കേണ്ടത്? കാൽവറി യാഗം നടന്നിരിക്കുന്നു, അതിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ കത്തുകയും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ശേഷിപ്പ് വരുന്ന ഒരു കാര്യവുമായി നമ്മൾ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചാരം വാരാനായിട്ടുള്ള പാത്രങ്ങളായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുന്നു, നമ്മളെല്ലാവരും ദൈവത്തിന് ഒരു നല്ല പാത്രമായി മാറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ തിരുവചനത്തിൽ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തിന്റെ കോപപാത്രങ്ങളായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയും. അഥവാ ദൈവത്തിന്റെ ന്യായവിധി അഥവാ ദൈവത്തിന്റെ വെഞ്ചനസ് പകരപ്പെടുവാൻ, അഥവാ ദൈവത്തിന്റെ ക്രോധം പകരപ്പെടുവാനുള്ള പാത്രങ്ങളായിരുന്നു നാം. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവം നമ്മളെ ഒരു മാനപാത്രമാക്കി മാറ്റുകയാണ്. പൗലോസിനെ വിളിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഉദ്ദേശം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദാസനെ വിളിക്കുന്ന വിളി എന്താണ്, അവന്റെ ഉദ്ദേശം എന്താണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം അവനെ മാനപാത്രമാക്കുവാനായിട്ട് അനേക ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി ഒരു മാനപാത്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നത് എൻ്റെ നാമം വഹിക്കുന്ന ഒരു പാത്രമെന്നാണ്. അതുകൊണ്ട് കാൽവറി ക്രൂസിൽ നടന്നതിൻ്റെ എന്താണെന്നുള്ളത് ആത്മാവിൽ അവന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ കാൽവറിയിൽ നടന്ന ആ അഗ്നിയുടെ ആ ദഹനത്തിൻ്റെ ചാരവുമായി, ശേഷിപ്പുമായി, അതിൻ്റെ ഒരു സാക്ഷ്യവുമായി പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാത്രമായി മാറുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇങ്ങനെ കോപപാത്രങ്ങളായിരുന്ന നമ്മളെ ദൈവം കരുണാപാത്രങ്ങളാക്കി മാറ്റുകയുണ്ടായി. ദൈവത്തിന്റെ കോപമായിരുന്നു നമ്മുടെ മേൽ ചൊരിഞ്ഞ് ഈ പാത്രത്തെ നിറയ്ക്കേണ്ടതെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കോപം കൊണ്ട്, ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ നമ്മളെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയേണ്ടിയിരുന്ന നമ്മളെ ദൈവത്തിന്റെ കരുണ പകരുന്ന പാത്രമാക്കി മാറ്റുകയുണ്ടായി. അതത്ര സന്തോഷകരമായൊരു കാര്യമാണെന്ന് ഓർക്കുക. ദൈവം നമ്മളെ കരുണയുടെ പാത്രമാക്കി മാറ്റിയിരിക്കുന്നു. മാത്രമല്ല 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നമ്മൾ ഓരോരുത്തരും യജമാനന് യോഗ്യമായ പാത്രമായി മാറണം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം തന്നെ ശരിയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തന്നെത്താൻ വെടിപ്പാക്കി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ യജമാനന് കൊള്ളാകുന്ന പാത്രമായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരോടും പറയുന്നു, ഞാൻ എങ്ങനെയുള്ള ഒരു പാത്രമാണ് കർത്താവേ, അങ്ങയ്ക്ക് പ്രസാദകരമായി, അങ്ങയ്ക്ക് പ്രയോജനകരമായി മാറുന്ന ഒരു പാത്രമായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മീഡിയയിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ദൈവാത്മാവ് ചോദിക്കുന്നു. എങ്ങനെയുള്ള ഒരു പാത്രമാണ്? ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമാണോ? എത്രയോ നാളുകളായി ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന്, നിങ്ങളുടെ ശബ്ദം പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട് പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ആ ചാരം വാരുന്ന ഒരു പാത്രമായി തീരുവാൻ, ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങൾ അടുത്ത ഭവനങ്ങളിൽ പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പട്ടണം മുഴുവൻ ചുറ്റി നടന്ന് യേശുവിനെ കുറിച്ച് പറയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്രയോ യോഗങ്ങളിൽ വെച്ച് കണ്ണുനീരോടെ കൈ ഉയർത്തി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ അങ്ങയുടെ സാക്ഷ്യം വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവം അതുകൊണ്ടാണ് താങ്കളെ ഈ ശബ്ദം കേൾപ്പിക്കുന്നത്. അല്ലയോ സഹോദരി, ആ രോഗം, മാറാത്ത രോഗം ദൈവം സൗഖ്യമാക്കി തന്നതിന്റെ കാരണം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അനേകരോട് പറയാൻ വേണ്ടിയാണ്. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അനേകരെ കുറിച്ച് പറയാനാണ്. കാൽവറിയിൽ നടന്ന യാഗത്തിന്റെ ആ ചാരം നിങ്ങളെ വാരിക്കൊണ്ട് നടക്കാനുള്ള ഒരു പാത്രമായി ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സമാഗമന കൂടാരം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിനെ കുറിച്ച് സാക്ഷ്യം അഥവാ കാൽവറി മരണത്തിന്റെ സാക്ഷികളായി
മാറണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ശിഷ്യന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ഭൂലോകത്തിൽ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് അവരെ പറഞ്ഞു വിടുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയ. അവൾ തൻ്റെ സാക്ഷ്യം ലോകത്തിലുള്ള എല്ലാവരോടും പറയുവാൻ ഓടി നടക്കുകയാണ്. ശമരിയക്കാരത്തി സ്ത്രീയെ എനിക്ക് അതിലും സന്തോഷകരമായ ഒരു സഹോദരിയായി പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒട്ടും അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. അവൾ ഹല്ലേലൂയ ആ ജീവജലത്തിന്റെ ഉറവയെ കണ്ട നിമിഷം മുതൽ അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മളവിടെ വായിക്കുന്നുണ്ട്, പട്ടണമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. എന്തുകൊണ്ടാണ് പട്ടണമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടാൻ കാരണം? ആ സ്ത്രീ പാത്രം തറയിൽ വെച്ചിട്ട് അവിടെ ഓടുകയാണ്. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിച്ചാൽ അനേക സത്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു വസ്തുത, രണ്ടുപേരും വന്ന കാര്യങ്ങൾ നടന്നില്ല. അവൾ എന്തിനാണ് വന്നത്? അവൾ വെള്ളം കോരാനാണ് വന്നത്. യേശു എന്തിനാണ് വന്നത്? വെള്ളം ചോദിച്ച് കുടിക്കാനാണ് വന്നത്. ഭൗതികമായി പറഞ്ഞാൽ കർത്താവിന് അതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ പ്രാഥമികമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ രണ്ടുപേരും വെള്ളം അവൾ കോരിയതുമില്ല, കർത്താവ് കുടിച്ചതുമില്ല. രണ്ടുപേരുടെയും കാര്യങ്ങൾ നടന്നില്ല. എന്നാൽ വലിയൊരു കാര്യം നടന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് അവൾ വന്ന് നോക്കിയപ്പോൾ ഒരു കിണറിന്റെ മുകളിൽ വേറൊരു കിണർ ഇരിക്കുന്നു. അവൾ താഴത്തെ കിണർ മാത്രമേ ആദ്യം കണ്ടുള്ളൂ. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ കിണറിന്റെ മുകളിൽ ഇരിക്കുന്നവൻ വേറെ ഒരു കിണറിന്റെ ഉടമസ്ഥനാണ്. ഈ താഴത്തെ വെള്ളം കോരി കുടിക്കാനാണ് ഞാൻ വന്നതെങ്കിലും ഉയരത്തിലെ വെള്ളം തരുന്ന ഒരുവനാണ് ഇവൻ. ജീവജലത്തിന്റെ നദികൾ ഉള്ളിൽ കൂടെ ഒഴുക്കാൻ കഴിവുള്ളവനാണ് യേശു എന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അവൾ അതുകൊണ്ട് അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണുന്നു, പാത്രം താഴെ വെച്ചിട്ട് അവൾ ഓടി. അവളുടെ ഓട്ടം ആ ശമരിയ പട്ടണത്തെ മുഴുവൻ ഇളക്കുന്ന ഓട്ടമായിരുന്നു. അവൾ പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് വിവരിച്ചു പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ മശിഹയായിരിക്കും. നിങ്ങൾ വന്ന് കാണുവാൻ പറയുകയാണ്, വന്ന് കേൾക്കുവാൻ പറയുകയാണ്. ഇതുപോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ അനുഭവിച്ച സത്യങ്ങളെല്ലാം ഒരു അനുഗ്രഹങ്ങളെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലയോ സഹോദരി, അടുത്ത വീട്ടിൽ കയറി നീ ഒന്ന് പറയണം. അല്ലയോ സഹോദര, ദൈവം അത്ഭുതകരമായി ആ വാഹന അപകടത്തിൽ നിന്ന് നിന്നെ കർത്താവ് അത്ഭുതകരമായി ഒരു രോമത്തിന് പോലും കേടുവരുത്താതെ പുറത്തു കൊണ്ടുവന്ന സാക്ഷ്യം അനേകരോട് പറയണം. അല്ലയോ യൗവനക്കാരാ, യേശു നിന്നെ രക്ഷിച്ച പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച്, കാൽവരി ക്രൂശിനെ കുറിച്ച്, യേശു സൗജന്യമായി തരുന്ന രക്ഷയെക്കുറിച്ച് നീ പറയുവാൻ കടപ്പെട്ടവനാണ്. ആ ചാരം വഹിച്ചുകൊണ്ട് നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സാധനം നമ്മൾ ചിന്തിച്ചു, അത് കിണ്ണനാണ്, അഥവാ അതൊരു ഹല്ലേലൂയ പാത്രമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചട്ടുകം എന്ന് പറഞ്ഞിരിക്കുന്നു, ഷവൽസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഷവൽ കൊണ്ട് എന്താണ് ഉപയോഗം? യാഗം നടന്നു കഴിയുമ്പോൾ ഈ ഷവൽ കൊണ്ടാണ് ഇതിനെ ആ ചാരത്തെ കോരി പാത്രത്തിനകത്തേക്ക് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് ധ്യാനിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആ അഗ്നി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ ദഹിച്ച ആ ദഹനത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഷവൽ കൊണ്ട് അത് പകരപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. ഈ ചാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക മാത്രമല്ല, ഷവല് കൊണ്ട് അടുത്ത ആളിൻ്റെ ഉള്ളിലേക്കും അത് പകരപ്പെടണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന സാധനം മുൾക്കൊളുത്താണ്. യാഗപീഠത്തിൽ മുൾക്കൊളുത്തിൻ്റെ ഉപയോഗം എന്താണ്? യാഗപീഠത്തിന്മേൽ കത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മാംസ കഷണങ്ങളും അസ്ഥികളും ഒക്കെ തെറിച്ചു വീഴാം. അത് പച്ചയായിട്ടിരിക്കുന്നത് കൊണ്ട് അത് തെറിച്ചു വീഴുമ്പോൾ മുൾക്കൊളുത്ത് കൊണ്ട് അഥവാ മുപ്പല്ലി കൊണ്ട് അതിനെ
കുത്തിയതിന് ശേഷം അതിനെ വീണ്ടും അഗ്നിക്കകത്തേക്ക് ഇടാം. ഈ ഫ്ലഷ് ഹുക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഉപകരണങ്ങൾ കൊണ്ടാണ് ഇതിനെ കുത്തി വീണ്ടും തീക്കകത്തേക്ക് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തിന്റെ ആ അഗ്നിക്കകത്തോട്ട് ഈ മാംസങ്ങളെല്ലാം ഇട്ടുകൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ മുൾക്കൊളുത്താണ്. അങ്ങനെയുള്ള ആ മുപ്പല്ലി കൊണ്ട് വേഗാത്ത ഭാഗങ്ങൾ പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും വീണ്ടും ജനത്തിലേക്ക് വന്നെങ്കിലും അവരുടെ ജഡം, അവരുടെ മാംസങ്ങൾ അതിൻ്റെ പൂർണ്ണമായി ദഹിക്കാതെ ദൈവത്തിങ്കലെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവരായിരിക്കുന്നു. അതുകൊണ്ട് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, ഈ മുപ്പല്ലി കൊണ്ട് നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ മുഴുവൻ ആ ദൈവത്തിന്റെ അഗ്നിക്കകത്തേക്ക് കുത്തിയിടാവുന്നതാണ്. 4-മതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സാധനം തീ കലശം എന്ന് പറഞ്ഞിരിക്കുന്നു. തീ കലശം ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. ആ തീ കലശം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഈ തീ കലശത്തിലാണ് തീ കെട്ടുപോകാതെ എന്നും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യാഗപീഠത്തിലെ അഗ്നി കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഈ തീക്കലശത്തിനകത്ത് എപ്പോഴും തീ ഇങ്ങനെ പുകഞ്ഞ് കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ യാഗപീഠത്തിലെ അഗ്നി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുകയാണെങ്കിൽ ആ തീക്കലശവുമായി നമുക്ക് നടക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ കാൽവറിയുടെ ആ ധ്യാനത്തിങ്കൽ ലഭിക്കുന്ന ആ അഗ്നി ഉണ്ടല്ലോ, അത് വചനത്തെ കത്തിക്കും, അത് നിങ്ങളുടെ പ്രാർത്ഥനയെ കത്തിക്കും, അത് നിങ്ങളുടെ ആത്മാവിനെ കത്തിക്കും, അത് നിങ്ങളുടെ ബന്ധങ്ങളെ ഏറ്റവും ഊഷ്മളമുള്ളതാക്കി തീർക്കും, അത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ ഏറ്റവും ഊഷ്മളതയുള്ളതാക്കി തീർക്കും. ഒരഗ്നി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അഗ്നി ഉള്ളിടത്ത് പ്രകാശമുണ്ട്. പുരാതന കാലങ്ങളിൽ ഒരു വിളക്കോ ഒരു മെഴുകുതിരിയോ ഒരു വീട്ടിൽ കത്തിവെച്ചാൽ ആ വീടിനകത്ത് ധാരാളം വെളിച്ചം ലഭിക്കാനിടയായിത്തീരും. ഇതുപോലെ നിങ്ങളുടെ അകത്ത് ഒരു സ്വർഗത്തിൻ്റെ അഗ്നി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത്, നമ്മുടെ സഭകളിൽ ഒക്കെ ദൈവത്തിൻ്റെ അഗ്നിയുടെ ആ പ്രകാശം കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 5:14 നമ്മൾ വായിക്കുന്നത്, കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ജാതികളുടെ ഇടയിൽ നിങ്ങൾ ക്രിസ്തുവിനെ പ്രകാശിക്കണമെന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്നു. അതുമാത്രമല്ല, രണ്ടാമതായിട്ട് അഗ്നി ഉണ്ടെങ്കിൽ ചൂടുണ്ട് എന്നത് നമ്മൾ ഓർത്തിരിക്കണം. ചൂടുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും തണുത്ത ഒരു അന്തരീക്ഷമാണ്. ആത്മീയമായി തണുത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾ കയറി ചെല്ലുന്നതോടുകൂടെ ആ കൂട്ടായ്മ ചൂടുപിടിക്കാൻ തുടങ്ങും, ആ സഭ ചൂടുപിടിക്കാൻ തുടങ്ങും, ആ സമൂഹത്തിൽ ചൂടുപിടിക്കാൻ തുടങ്ങും, ആ ദേശത്തിൽ ചൂടുപിടിക്കാൻ തുടങ്ങും. മൂന്നാമതായിട്ട് അഗ്നി ഉണ്ടെങ്കിൽ അത് അഗ്നി ഒരിക്കലും ഹല്ലേലൂയ അടങ്ങിയിരിക്കുന്നില്ല. അഗ്നി പലതിനെയും കത്തിക്കുന്നതാണ്. അടുത്തിരിക്കുന്നവരെ കത്തിക്കുന്നവരെ അഭിഷേകത്തിന്റെ അഗ്നി നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് എല്ലാ കാലവും പുറത്തു വരുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. മാത്രമല്ല, അഗ്നിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അഗ്നി ശക്തിയുള്ളതാണ്. ഇന്നിത്ര ശക്തമായി ട്രെയിനുകൾ ഓടുന്നതിന്റെ പിന്നിൽ എന്താണ് കാരണം? നമുക്കറിയാം, ഒരു അഗ്നിയുടെ ശക്തി കൊണ്ടാണ് ഓരോ ട്രെയിനുകളും ഓടുന്നത്. കൽക്കരി കൊണ്ട് തീ ഉണ്ടാക്കി അതിന്റെ ശക്തി കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൽ വിവിധ തരത്തിൽ തീയുടെ ഉപയോഗം കൊണ്ട് ശക്തിയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ തീയുടെ ബലം കെടുത്തു. അങ്ങനെയാണെങ്കിൽ തീക്കൊരു ബലമുണ്ട്. തീയെ നമ്മൾ വെറുതെ വിട്ടുകളയരുത്. തീക്കൊരു ബലമുണ്ട്. അതുകൊണ്ട് യാഗപീഠത്തിലെ ഉപകരണങ്ങളായ ഈ 5 ഉപകരണങ്ങൾ കൊണ്ടും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, യാഗപീഠത്തിലെ തീക്കലശങ്ങൾ കൊണ്ട്, യാഗപീഠത്തിലെ മുൾക്കൊളുത്തുകൾ കൊണ്ട്, യാഗപീഠത്തിലെ ചട്ടുകം കൊണ്ട്, യാഗപീഠത്തിലെ ആ ചട്ടി കൊണ്ട് ഒക്കെ ദൈവത്തിൻ്റെ ഉപയോഗം നമ്മളെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ആത്മീയമായി ഉയരുവാൻ, ശക്തിയുള്ളവരായി അഭിഷേകത്തോടെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.